guys, welcome back to my YouTube channel. Always better. We could turn a sketch into a masterpiece. When you're here, I feel like I'm complete. Every day's a brighter day with you in my life. And every time we fall, we get back up again. Okay guys, അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്നലെ വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇട്ട വ്ളോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഹോസ്പിറ്റലായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ബേബിനെ ഡിസ്ചാർജ് ആക്കി അവരെല്ലാവരും വീട്ടിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു, എൻ്റെ സ്വന്തം വീട്ടിലേക്ക്, ചേർത്തലയിലേക്ക്. ബിക്കോസ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു 1.5 മാസമായി. എനിക്ക് വരാൻ പറ്റിയ സാഹചര്യത്തിലല്ലായിരുന്നു. പിന്നെ ഓരോരോ കാരണങ്ങളാൽ, തിരക്കുകളാൽ വരാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഇത് കല്യാണം കഴിഞ്ഞ ഗേൾസിനോട് ചോദിക്കാം. ഞാൻ പണ്ടൊക്കെ ഓർത്തിരുന്നു കല്യാണം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാമെന്ന്. പക്ഷെ അല്ല, നിങ്ങളുടെ ഹസ്ബൻഡുമാര് സമ്മതിക്കണം നമ്മളെ വീട്ടിലോട്ട് വിടണമെങ്കിൽ. ഞാൻ ഭയങ്കര ഇൻഡിപെൻഡന്റ് ഗേളായിരുന്നു. ഞാൻ പറയും ഓക്കെ, എനിക്ക് എൻ്റെ കയ്യും കാലും ഉണ്ട്, ഞാൻ പോകും എന്ന് പറയും. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് തന്നെ നടക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ട പോലെ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ എല്ലായിടത്തും ഒറ്റയ്ക്ക് പോകുന്ന ഒരാളാ. എനിക്കിപ്പോ പറ്റുന്നില്ല, എനിക്കറിയില്ല എന്താണെന്നുള്ളത്. എന്തായാലും ദാറ്റ്സ് ഓക്കെ. എന്റെ ഹസ്ബൻഡ് ഉണ്ട് ഇവിടെ. ഇതാണ് ഏറ്റവും വലിയ കാര്യം. എന്നെ ആക്കിയിട്ട് ഹസ്ബൻഡ് ഇങ്ങോട്ട് പോരും. ബിക്കോസ് ബേബിനെ വീട്ടിലേക്ക് കൊണ്ടുവരല്ലേ, അപ്പൊ ആരെങ്കിലും വേണം. പിന്നെ ഞാൻ ഇന്ന് വീട്ടിലേക്ക് വരുന്നതിന് ഒരു കാരണമുണ്ട്. എന്റെ ക്ലോസ് ഫ്രണ്ട് സോണിയ തെരേസ. ഓക്കെ, സോണിയയുടെ എൻഗേജ്മെന്റ് നാളെ മനസ്സമ്മതമാണ്. പിന്നെ ഇന്ന് അവളുടെ മധുരം വെപ്പാണ്. ഞാൻ രാവിലെ ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഹോസ്പിറ്റലായിരുന്നത് കൊണ്ട് തന്നെ എനിക്ക് രാവിലെ ഇറങ്ങാൻ പറ്റിയില്ല. ഞാൻ 8:30 ഇറങ്ങണം എന്ന് വിചാരിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയത് 11 മണി 12 മണിയായി. പിന്നെ വീട്ടിൽ വന്ന് ജസ്റ്റ് ഒന്ന് ഷവർ ചെയ്തു, പെട്ടെന്ന് ഇറങ്ങുമായിരുന്നു. ഡ്രൈവ് പോലും ആയിട്ടില്ല. അപ്പം അശ്വിന്ത് എന്നെ ആക്കിയിട്ട് അപ്പൊ തന്നെ പോകും അല്ലേ? പോകൂ. എനിക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. പിന്നെ തിരിച്ച് പോകണ്ട. കുഞ്ഞിനെ കൊണ്ടുവരുന്നോണ്ട് അശു പോകുന്നേ. അപ്പോ ഞാനിപ്പോ എന്റെ വീട്ടിലെത്തുമല്ലോ. എന്റെ വീടെത്താറായി. അതിന് മുന്നേ എനിക്ക് 2 കാര്യങ്ങളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്ന്, എനിക്ക് ഐബ്രോസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ടൈം കിട്ടുവാണെങ്കിൽ ചെയ്യും, ഇല്ലെങ്കിൽ ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ട് പോകും. പിന്നെ എനിക്ക് വിശക്കുന്നുണ്ട്. ഇതാണ് 2 കാര്യങ്ങൾ. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടോ. നമ്മൾ കല്യാണം കഴിഞ്ഞ് നമ്മൾ ഈ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് നമ്മുടെ സ്വന്തം വീട്ടിലോട്ട് പോകുമ്പോഴേ നമുക്കിങ്ങനെ ഒരു വല്ലാത്തൊരു സുഖമാണ്. എനിക്ക് എൻ്റെ വീട്ടിൽ ചെന്ന് കിടന്ന് ഉറങ്ങുമ്പോൾ കിട്ടുന്ന സന്തോഷം. നമ്മൾക്ക് ഇത്രയും നാള് നമ്മളില്ലേ കല്യാണം കഴിയുന്ന വരെ ഞാൻ എപ്പോഴും പുറത്ത് പോകണം, വീട്ടിൽ നിന്ന് പുറത്ത് പോകണം എന്ന് വിചാരിക്കുന്ന. പക്ഷെ ഇപ്പൊ എൻ്റെ ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ബെഡ്റൂമാണ്. എൻ്റെ വീട്ടില് ഞാൻ കല്യാണം കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെ വീടും എൻ്റെ ബെഡ്റൂമുമാണ്. എന്നെയാണ് അശ്വിന്ത് വീട്ടിലേക്ക് വിടാതെ പിടിച്ചു വെച്ചിരിക്കുന്നത്. നീ എന്തെന്നെ വീട്ടിലോട്ട് വിടാതെ? കണ്ടോ, ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ പറയുമ്പോ ഉണ്ടല്ലോ, വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇങ്ങനെ വീട്ടിലോട്ട് പോകുന്ന കുറച്ച് ടാസ്കാ എന്ന് പറയുമ്പോ ഞാൻ പറയും എന്ത് ടാസ്ക്, നമുക്ക് വീട്ടിൽ പോവാം. പക്ഷെ ഇപ്പൊ മനസ്സിലാവുന്നുണ്ട് എനിക്ക്. കേട്ടാ ഞാൻ പറഞ്ഞേ, ഇവിടെ എല്ലാം പാമ്പാണ്. പിന്നെ എന്റെ വീട്ടില് പാമ്പല്ലേ. ഞാൻ വെയിറ്റിംഗ് ഫോർ മൈ ഫാദർ ജി. ഞാനാ പപ്പേ. ഇതാരാ ഉറങ്ങുമായിരുന്ന? ഞാൻ എൻ്റെ വീട്ടിലെത്തി കുറച്ചു നേരം, വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂം ഞാൻ 1.5 മാസമായാലും ഇങ്ങോട്ട് വന്നിട്ട്. അപ്പൊ എൻ്റെ റൂം കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, റൂമൊക്കെ ക്ലീൻ ആക്കാൻ നിന്നു. എനിക്ക് ഓൾറെഡി ടൈം ഇല്ല. ഞാൻ ഒന്ന് ഷവർ എടുത്തിട്ട് വന്ന, ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ലേറ്റായി. പിന്നെ ഞാൻ ഒന്നുകൂടെ കുളിക്കേണ്ടി വന്നു. 7 PM ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്.
അപ്പം ഞാൻ റെഡി ആവാൻ ലേറ്റ് ആവുന്നുണ്ട്. ഞാൻ ഒന്നും കൂടെ ഷവർ എടുത്തപ്പോൾ ലേറ്റായി. പിന്നെ എൻ്റെ ഇന്ന് ഇടാനുള്ള എൻ്റെ കോസ്റ്റ്യൂമിന് കുറച്ച് ഓൾട്ടറേഷൻ ഉണ്ട്. അപ്പം എൻ്റെ ആൻറ്റി സ്റ്റിച്ച് ചെയ്യും. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് കൊടുത്തു വിട്ടിരിക്കുകയാണ്. ഇനി ഞാൻ റെഡിയായി കഴിയുമ്പോഴേക്കും അത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനുവേണ്ടി നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് റെഡിയായിട്ട് ആൻറ്റിയുടെ വീട്ടിൽ പോയി അത് ഇട്ട് നോക്കിയിട്ട് അതായിട്ട് ഇങ്ങോട്ടേക്ക് വരണം. അപ്പോൾ ഇത് ലാസ്റ്റ് നമുക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വെയിറ്റ് ചെയ്യാം. ഇതെൻ്റെ ഫേവറേറ്റ് അഷയുടെ പാലറ്റാണ്. എൻ്റെ മിക്ക വ്ലോഗിലും എല്ലാവരും കാണുന്നുണ്ടായിരിക്കും. ഞാനത് UK നിന്ന് വാങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു ഇവിടെയും കിട്ടും. റെവല്യൂഷൻ്റെ ആണ്. ഇപ്പം തീരാറായി കേട്ടോ. യൂസ് ചെയ്ത് ആക്ച്വലി ഞാൻ ഈ കളർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത്. ദൈവമേ, ഞാൻ സംസാരിച്ചുകൊണ്ട് എൻ്റെ ടൈം പോകുന്നത് അറിയുന്നില്ല. അപ്പം ഇന്ന് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലോസ് ഫ്രണ്ട് സോണിയുടെ മധുരം വെപ്പിന് വേണ്ടിയിട്ടാണ്. എനിക്കറിയത്തില്ല, ഞാനിപ്പോൾ എൻ്റെ കല്യാണത്തിന് ശേഷം അവളെ ഞാൻ 6 monthsന് ശേഷമാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് പോകും. അപ്പോൾ ഞാൻ ഈ മേക്കപ്പ് ചെയ്ത് ഒരുപാട് ടൈം വേസ്റ്റ് ആക്കുന്നില്ല. ബിക്കോസ് വ്ലോഗ് എടുത്ത് ഞാൻ ലേറ്റ് ആക്കുന്നില്ല. ഓൾറെഡി ഞാൻ ലേറ്റായി. എനിക്ക് അവിടെ എത്തണം. ബിക്കോസ് ഞാനാണ് ഇന്ന് മധുരം വെപ്പ് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ അവളെ 6 monthsന് ശേഷമാണ് കാണുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡി ആവട്ടെ. ബിക്കോസ് ഡ്രസ്സ് ഒന്നും ഓൾട്ടർ ചെയ്തിട്ടില്ല. കൂടെ എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ പെട്ടെന്ന് റെഡി ആവട്ടെ. കുറച്ച് ബൈറ്റ്സൊക്കെ ഞാൻ എടുക്കാം. ബാക്കി ഞാൻ അവിടെ ചെന്നിട്ട് എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഞാനും പപ്പയും കൂടിയാണ് പോകുന്നത്. പപ്പ റെഡിയായി ഓൾറെഡി. ഇനി പപ്പ റെഡിയായി കഴിയുമ്പോൾ എന്നെ വിളിക്കാൻ തുടങ്ങും, കമ്മോൺ. അപ്പോൾ അതിന് മുന്നേ ഞാൻ റെഡി ആവുന്നതായിരിക്കും ബെറ്റർ. ഇന്ന് ഭയങ്കര ഹറി ബറിയാണ് ഞാൻ മേക്കപ്പ് ചെയ്യുന്നത്. എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. ബിക്കോസ് എനിക്ക് ഒരു ½ an hour ഉണ്ടാവും എൻ്റെ കയ്യിൽ. അതിനുള്ളിൽ എനിക്ക് ഇവിടുന്ന് റെഡി ആവണം. എൻ്റെ ഡ്രസ്സ് എൻ്റെ വീട്ടിൽ നിന്ന് പോയി എടുക്കണം. പിന്നെ അവളുടെ വീട്ടിലേക്ക് പോകണം. വീട്ടിൽ പോകാൻ ഇനി ടൈം ഉണ്ടാവില്ല. നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. ഞാൻ അല്ലെങ്കിൽ ഇപ്പോൾ ഈയിടെ ആയിട്ട് മിക്ക സ്ഥലങ്ങളിലും ലേറ്റ് ആയിട്ടാണ് പോകാറ്. ഒരു പഞ്ച്വാലിറ്റി എനിക്കില്ല. നേരത്തേക്ക് ഞാനൊരു സ്ഥലത്ത് പോകണമെങ്കിൽ ഒരു 1 week 2 week മുന്നേ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കും. എന്ത് ഡ്രസ്സ് ഇടണം, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഞാൻ ഓക്കെ അതിടാം ഇതിടാം. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ആണ് എല്ലാം. ഇപ്പം തന്നെ മേക്കപ്പ് ഞാൻ ചെയ്യുന്നത് പോലും കറക്റ്റ് ഓർഡറിലല്ല. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നമുക്ക് മധുരം വെപ്പ് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ട്രഡീഷണൽ പിടിക്കാമെന്ന് വെച്ചു. പക്ഷെ ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഞാൻ ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെ നമ്മൾ റാമ്പ് വോക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഷോസിനൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നല്ലാതെ ഞാനൊരു പ്രോഗ്രാമിന് പോകുമ്പോൾ, ഇങ്ങനെ വെഡ്ഡിങ് അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെ ഇങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് ആദ്യമാണ്. ലൈക്ക് പോണി കെട്ടുന്നത് ആദ്യമായിട്ടാണ്. ഇതാണ് എൻ്റെ ഡ്രസ്സ് വന്നിട്ട്. ഇതാ, പിന്നെ എൻ്റെ ഇയറിങ്സ് ഉണ്ടോ. ദിസ് ഇസ് ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനത്തെ ഇയറിങ്സ് ഇടുന്നതും. ആൻഡ് ഈ ക്രെഡിറ്റ്സ് പോകുന്നത് ദേവുവിനാണ്. ഇത് ദേവുവിൻ്റെ ഇയറിങ്സ് ആണ്. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചെടുത്തതാണ്. ബട്ട് ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ നമുക്കിന്ന് വാങ്ങാം. ദേവു പറഞ്ഞനുസരിച്ച് ഇത് ഷീമാട്ടിന്ന് വാങ്ങിയതാണ്. എന്തോ 175 rupees അങ്ങനെ എന്തോ ഉള്ളൂ. ബട്ട് ഐ ലവ് ദ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ ഇന്നത്തെ ലുക്ക്. പപ്പയും കൂടെയാണ് ഇപ്പോൾ പോകാൻ റെഡിയായി നിൽക്കുന്നത്. ഇങ്ങോട്ട് നോക്കാം, ഒരു ഹായ് കാണിച്ചേ. നമ്മൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ സോണിയ. ഒക്കെ നാണം വന്ന് നിൽക്കുക. അവളുടെ ഫോട്ടോഷൂട്ട് നടക്കാൻ പോവാണ്. നമ്മളിവിടെ ഓൾറെഡി എത്തി. പക്ഷെ ഇവിടെ അല്ല ഫംഗ്ഷൻ നടക്കുന്നത്, വേറൊരു ഓഡിറ്റോറിയത്തിലാണ്. അങ്ങോട്ടേക്ക് പോകണം ഇനി. അതാട്ടോ നമ്മുടെ ബ്രൈഡ്. അതാ നമ്മുടെ ഗ്രൂം വന്നിട്ട്. സോണി ഭയങ്കര ടെൻഷനിലാണെന്നാ തോന്നുന്നത്. അത് തന്നെ സത്യത്തിൽ പ്രോഗ്രാം നടക്കുന്ന ഇവിടെയല്ല. ഇവിടുന്ന് കുറച്ച് അമ്പലത്തിൽ നിന്നുള്ള വോയിസ് കാരണം ഞാൻ പറയുന്നൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ടാകത്തില്ല. ഇവിടെ അല്ല പ്രോഗ്രാം നടക്കുന്നത്. ഇവിടെ അടുത്തൊരു ഓഡിറ്റോറിയം ഉണ്ട് പള്ളിയുടെ. അവിടെയാണ് നമ്മുടെ മധുരം വെപ്പിൻ്റെ ഫംഗ്ഷൻസ് ഒക്കെ നടക്കുന്നത്. ഈ ഫോട്ടോഷൂട്ടിന് ശേഷം നമ്മൾ അങ്ങോട്ടേക്ക് പോകും. നമ്മളിവിടെ ഫംഗ്ഷൻ നടക്കുന്ന ഹാളിലെത്തി. ഇതാണ് ഹാൾ. ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സോണിയനെ ഞാനൊരു എൻട്രിക്ക് വേണ്ടിയിട്ട് പുറത്ത് നിർത്തിയിരിക്കുകയാണ്. സോണിയുടെ ചെക്കിന് വേണ്ടിയിട്ട്. അപ്പം കുറച്ച് നേരം ആൾക്കാർ എത്തിയിട്ടില്ല. അപ്പം എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ കയ്യിൽ ചിലപ്പോൾ ഇപ്പോൾ ഫോൺ ഉണ്ടാവില്ല. ഞാൻ ആരുടെയെങ്കിലും കയ്യിൽ വീഡിയോസ് എടുക്കാൻ വേണ്ടി കൊടുക്കാം. അതിൽ നിന്ന് ആഡ് ചെയ്യുന്ന വീഡിയോസ് ആയിരിക്കും ഞാൻ പിന്നെ ആഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പച്ചി പറഞ്ഞ കറക്റ്റാണ്. ഒരു കയ്യടി കൊടുത്തേ.
കൂട്ടു നിന്നിട്ടുള്ള ഫ്രണ്ടാണ്. ഐ എം വെരി താങ്ക്ഫുൾ ആൻഡ് വിഷിങ് എ ഹാപ്പി മാരീഡ് ലൈഫ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് ആണല്ലേ, വെഡിങ്ങിന്റെ തുടക്കം ശരി. ഞാൻ ഇങ്ങോട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നില്ല കേട്ടോ, ഞാൻ സോണിയുടെ അടുത്ത് തന്നെ ചോദിക്കാം. സോണിയ, എന്താ തോന്നുന്നേ? ഭയങ്കര സന്തോഷമുണ്ട്, ഹാപ്പിയാണ്. നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്നെ വേണം തല്ല. ഓക്കെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസ് നിർത്താണ്. നമുക്ക് ഇവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ഈ ഒരു ഫ്രെയിം. താങ്ക് യു സോ മച്ച്. എനിക്ക് ഏറ്റവും അടുപ്പുള്ള ഒരു ഫാമിലിയാണിത്. ഞങ്ങളുടെ അപ്പ പോയതിന് ശേഷം ഞങ്ങളുടെ ചേച്ചിയാണ് സത്യം പറഞ്ഞ എല്ലാം. വീട്ടിലെ ഓരോ കാര്യം ഞാനോ ചേച്ചിയല്ല അമലോ അമ്മയോ ഇതുവരെ ഒന്നിനൊരു കുറവില്ലാതെ ഇതുവരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതെന്റെ ചേച്ചിയുടെ ഒറ്റ ഒരു കഴിവുകൊണ്ട് മാത്രം. സോ എനിക്ക് എന്റെ ചേച്ചിന്ന് പറയാനാണെങ്കിൽ എനിക്ക് എന്റെ അമ്മയെ പോലെ തന്നെ എന്റെ ചേച്ചി ഇതുവരെ ഒന്നിനും ഒരു കുറവ് വരുത്തിയിട്ടില്ല. എന്റെ എല്ലാ കാര്യത്തിലും ഇപ്പം ഞാൻ പോവാനായിട്ടാണേലും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായെങ്കിൽ അത് എന്റെ മുന്നിൽ നിന്ന് നടത്തി തന്നത് എന്റെ ചേച്ചിയാണ്. അതിൽ ഞാൻ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയുന്നത്. ഞാൻ ഈ മൈക്ക് ചേട്ടന് കൊടുക്കാണ്. അപ്പം എന്താ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ അങ്ങോട്ട് ചോദിച്ചോളാം. പെണ്ണിന് ചെറുക്കനെ മധുരം വെക്കട്ടെ, പെണ്ണിന് ചെറുക്കനെ മധുരം വെക്കട്ടെ. കേട്ടോ? സിസ്റ്റേഴ്സ് സോന സോണി ജോബിൻ അല്ലെ, ബ്രദർ ഇൻ ലോ ആണ്. എനിക്കിവരെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇപ്പോഴാണ് ഞാൻ നേരിട്ട് കാണുന്നത്. കാര്യം ഞാൻ ഇവളോട് പറഞ്ഞിട്ടുണ്ട് ഈ കല്യാണാലോചന വന്നപ്പോഴേ പേര് തമ്മിൽ ഭയങ്കര മാച്ചിങ് ആണ്. ലൈക് സേബിൻ, സോന, സോണിയ, സോണി. എനിക്ക് പ്രത്യേകിച്ച് നല്ല ആൻസർ ഒന്നും തന്നില്ല. അതുകൊണ്ട് നിങ്ങളുടെ സോണിയനെ പറ്റി എന്താ പറയാനുള്ള? ഞാനങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഐ എം സോ ടയേർഡ്. പപ്പ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോൺ വെജ് ആയിരുന്നു ഫുൾ ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ കുറച്ച് നാളത്തേക്ക് ഇപ്പോൾ നോൺ വെജ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വെജാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ എനിക്കിവിടെ വെജൊന്നും കിട്ടില്ല. അപ്പം ഞാൻ ഓർത്തു പുറത്തുനിന്ന് പോയി ഫുഡ് വാങ്ങാൻ തോന്നുന്നു. നാളെയാണ് ഫുൾ വെജുണ്ട്, പക്ഷേ ചോറായതുകൊണ്ട് അല്ല, വെജല്ല നോൺ വെജ് ഉണ്ട്. പക്ഷെ ചോറായതുകൊണ്ട് എനിക്ക് ചോറ് രാത്രിയിൽ കഴിക്കുന്ന ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് ഞാനോട് തന്നെ പുറത്തുനിന്ന് പോകുമ്പോൾ എന്തെങ്കിലും ഫുഡ് വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ പ്രോഗ്രാം എല്ലാം അടിപൊളിയായിട്ട് നടന്നു. ബാക്കി ഇവിടെ സൗണ്ട് ആയതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ വീട്ടിലെത്തിയിട്ട് പറയുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ചെയ്ത ആങ്കറിങ് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പോൾ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്നു. നമ്മളിങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് പോയിട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഒരു ഷവറൊക്കെ എടുത്തു കഴിയുമ്പോൾ എന്ത് സുഖമാണ്. പിന്നെ കട്ടിൽ കിടന്നാൽ ഞാൻ ഭയങ്കരമായിട്ട് ഉറങ്ങിപ്പോവും. പക്ഷെ നാളെ അവളുടെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് നേരത്തെ പോകണം. എന്നെ വിളിച്ചിട്ടുണ്ട് നേരത്തെ വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കിനി അതിന് രാവിലെ പോകണം. അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ടായിരിക്കും റെഡി ആവുന്നുണ്ടാവുക. ഉണ്ടോ ഞാൻ ഇട്ടിട്ട് പോയ പോലെയാണോ ഇയറിങ്സ് ഒക്കെ കിടക്കുന്നത്? എല്ലാം പോയി. എനിക്ക് വയ്യ. എങ്ങനെയെങ്കിലും ഇതൊന്ന് ഊരിക്കളഞ്ഞ് കുളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഞാൻ വന്നേ. പക്ഷെ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് നടന്നു. ആക്ച്വലി ഞാനിപ്പോൾ ആങ്കറിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിൽ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ ആങ്കറിങ് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 10-12 വർഷമായിട്ടുണ്ട്. ഞാൻ UK പോകുന്നതിന് മുന്നേ ആണെങ്കിലും ഞാൻ ആങ്കറിങ് നാട്ടിൽ ചെയ്യുന്നുണ്ടായിരുന്നു, ഈവൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ കൂടെ. പക്ഷെ അന്നൊക്കെ ഒരു 2018, 19, 20, 21 ടൈമിലൊന്നും ഇത്രയ്ക്ക് കത്തി നിൽപ്പില്ലായിരുന്നു. നമ്മൾ പ്രോഗ്രാംസ് ഹോസ്റ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷെ ഇതുപോലെ ഒരുപാട് പേര് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളൊരു ഞാൻ ഒരുപാട് ഇമ്പ്രൂവ് ആയ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് മാത്രമല്ല, ഇപ്പം നമ്മളൊരു പ്രോഗ്രാമിന് പോയിട്ട് നമുക്കൊരു പ്രോഗ്രാം തന്നു. അപ്പോൾ നമ്മൾ ആ പ്രോഗ്രാമിന് പോയി നമ്മളെ കൊണ്ടാവുന്ന വിധം 100% നമ്മുടെ എഫേർട്ട് ഇട്ട് നമ്മൾ ആ പരിപാടി കളറാക്കി കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുമ്പോൾ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും വന്നിട്ട് പരിപാടി അടിപൊളിയായിരുന്നു, ഇങ്ങനെയാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാട്ടോ അത് കേൾക്കുന്നത്. കാര്യം എനിക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള മോട്ടിവേഷനാണ് അവരെനിക്ക് തരുന്നത്.
എനിക്ക് എൻ്റെ ലൈഫിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലൊന്നാണ് ഈ പ്രോഗ്രാംസ് ഹോസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ഞാൻ UK പോയ ടൈമിൽ, UK ആയിരുന്ന ടൈമിൽ എനിക്ക് ഒരു 4 ഇയേഴ്സിൽ ഞാൻ പ്രോഗ്രാംസ് ഒന്നും ഹോസ്റ്റ് ചെയ്തില്ല. കൂടുതലും ഞാൻ മോഡലിങ്ങിലായിരുന്നു ഞാൻ എൻ്റെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുത്തെ വർക്ക് കൊണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ലെഷർ ടൈമായിട്ട് ഞാൻ കാണുകയാണ് എൻ്റെ കരിയർ ഇമ്പ്രൂവ് ചെയ്യാനും എനിക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഗ്യാപ്പായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഓരോ പ്രോഗ്രാംസ് ചെയ്യുമ്പോഴാണെങ്കിലും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം നമ്മൾ മനസ്സിൽ നിന്ന് ചെയ്യുന്ന ജോലിയും നമ്മളെ കൊണ്ട് ഒരാൾ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്ന ജോലിയും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അതിപ്പം വാക്കുകളാൽ പറയാൻ എല്ലാവർക്കും പറ്റും, പക്ഷെ എന്നാലും നമ്മുടെ ലൈഫിൽ അത് വരില്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ചെയ്യുമ്പോൾ അത്രയും. ഞാനിപ്പോൾ പണ്ട് പ്രോഗ്രാംസ് ഹോസ്റ്റ് ചെയ്ത പോലെയല്ല ഇപ്പോൾ ഒരിക്കലും ഞാൻ ഹോസ്റ്റ് ചെയ്യുന്നത്. അതിലൊരുപാട് മാറ്റങ്ങൾ വരുത്തി എന്നെ തന്നെ ഞാൻ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം എങ്ങനെ ഓരോ പ്രോഗ്രാംസ് റെഡിയാക്കാം, അല്ലെങ്കിൽ എങ്ങനെ ക്ലയൻസിനെ ഹാപ്പി ആക്കാം എന്നുള്ളത്. ആ പ്രോഗ്രാം കഴിഞ്ഞ് അവർക്ക് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സും അത് ചെയ്തു കൊടുത്തു കഴിയുമ്പോൾ എൻ്റെ മനസ്സിന് കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സും ഭയങ്കര വലുതാണ്. അപ്പോൾ ഇനി ഞാൻ പറയുകയാണ്, ഇപ്പം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരിക. ഞാൻ ഓപ്പൺ ടു വർക്കാണ്, എനി പ്ലേസ്. അപ്പോൾ എൻ്റെ ഈ അവതരണ ശൈലിയും എല്ലാം എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക. മാത്രമല്ല വേറെന്താ ഞാൻ പറയാൻ വന്നത്, എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയാൻ വരണമെന്ന് വിചാരിച്ചാൽ എനിക്ക് ഇന്ന് ഞാൻ സോണിയയുടെ മധുരമെപ്പായിരുന്നു ഹോസ്റ്റ് ചെയ്തത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം സോണിയെ ഞാനും പരിചയപ്പെട്ടിട്ട് തന്നെ ഒരു 10 വർഷത്തോളം അടുത്തായി. ഞങ്ങൾ ഒരേ സ്കൂളിലാണ് പഠിച്ചെങ്കിലും ഞങ്ങൾ തമ്മിൽ അങ്ങനെ സംസാരിക്കത്തില്ലായിരുന്നു. ഞങ്ങൾ വേറെ വേറെ ഡിവിഷനായിരുന്നു. നമ്മൾ സ്കൂൾ കഴിഞ്ഞിട്ടാണ് കമ്പനി ആയത്. സോറി, നമ്മൾ സ്കൂൾ കഴിഞ്ഞിട്ടാണ് കമ്പനി ആയത്. അത് കഴിഞ്ഞിട്ട് ഷീസ് മൈ ട്രാവൽ പാർട്ട്ണർ ഇപ്പോഴും കേട്ടോ. ഇപ്പോഴും ഞാൻ UK ആയിരുന്നപ്പോഴും നാട്ടിൽ വരുമ്പോൾ എനിക്ക് അവിടെ പോകണം ഇവിടെ പോകണം എന്ന് പറയുമ്പോൾ നമ്മളോടിങ്ങനെ ഒരു എക്സ്ക്യൂസസും പറയാതെ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് വരില്ലേ, വാ നമുക്ക് പോകാം, ഒറ്റ മൈൻഡ് എന്നൊക്കെ പറയില്ലേ, അതുപോലെയാ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത്. ഇതൊന്നും വലിയ കാര്യമല്ല, പക്ഷെ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ 2021 ഞങ്ങൾക്ക് ഭയങ്കര കാര്യമാണ്. കാര്യം ഗേൾസൊക്കെ ഞാനും അവളും കൂടെ സ്കൂട്ടിയിൽ ഡ്രൈവ് ചെയ്ത് വാഗമൺ വരെ പോയി. ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ കേട്ടോ. അവിടം വരെ പോകും. അയ്യോ ഇന്നൊരാരും പോയിട്ടില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ രണ്ടും ഒരു ദിവസം രാത്രി പ്ലാൻ ചെയ്തു, ഞങ്ങൾ പോയി. ഞങ്ങളൊരു ടൈം വെച്ചു, ഓക്കെ ഇന്ന ടൈമിൽ നമുക്ക് വീട്ടിൽ തിരിച്ചു വരണം. എനിക്കിപ്പോഴും എൻ്റെ മെമ്മറിയിലുള്ളത് ആ ഒരു മെമ്മറീസാണ് കേട്ടോ. ഞങ്ങൾ പോയതും വന്നതും ഫുഡ് കഴിച്ചതും. ഞങ്ങൾ ഇത്ര ബഡ്ജറ്റ് വെച്ചു. ഞങ്ങൾ ഭയങ്കര ലോ ലെവൽ ബഡ്ജറ്റിലാണ് ഞങ്ങൾ പോയതും. അതും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ഇപ്പോഴും ഫോട്ടോസ് കാണുമ്പോൾ ഞങ്ങൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. അപ്പം ഷീ വാസ് മൈ ട്രാവൽ പാർട്ട്ണർ. ഇപ്പോഴും ഷീ ഈസ് മൈ ട്രാവൽ പാർട്ട്ണർ. പിന്നെ എല്ലാ എൻ്റെ അപ്പ് ആൻഡ് ഡൗൺസിലും അവളുണ്ടായിരുന്നു. അതും എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നാളെ അവളുടെ എൻഗേജ്മെൻ്റ് ആണ്, 25th കല്യാണമാണ്. എല്ലാം കൂടാൻ പറ്റണം എന്നാണ് എൻ്റെ ആഗ്രഹം. നാളെ എന്തായാലും എൻഗേജ്മെൻറ്റും ഞാനാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. എത്ര മനോഹരമാക്കി കൊടുക്കാവോ അത്ര മനോഹരമാക്കി കൊടുക്കണം എന്നാണ് എൻ്റെ ഉള്ളിലുള്ളത്. അതുപോലെ നടക്കട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ ഇപ്പം എൻ്റെ കല്യാണത്തിന് എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ട് അവർ പറഞ്ഞു, ഞാനിങ്ങനെ വെഡ്ഡിങ് ഗൗണിൽ കണ്ടപ്പോൾ അവർ ഭയങ്കര ഇമോഷണലി ഇങ്ങനെ പുറത്തേക്ക് വരികയായിരുന്നു. അവർക്ക് ഇമോഷൻസ് വന്നു അവർക്ക്. ഓക്കെ, ചിലർ കരഞ്ഞു, ചിലർക്കത് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവരുടെ ഇമോഷൻസ് എന്താണെന്നുള്ളത്. ഞാൻ എന്താ പറയുന്നതെന്ന് ആലോചിക്കരുത് കേട്ടോ, ഞാൻ ചുമ്മാ സംസാരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് സെയിം ഇമോഷൻസാണ് എനിക്കും വരുന്നത്. എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിനെ ആ ഒരു ബ്രൈഡൽ ഡ്രസ്സിൽ കാണുമ്പോൾ ഐ ഫീൽ സോ ഹാപ്പി. ഞാൻ ഭയങ്കര എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഹോൾഡ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. ബിക്കോസ് എനിക്ക് നാളെ രാവിലെ എണീറ്റ് എൻഗേജ്മെൻറ്റിന് പോകാനുള്ളതാണ്. എനിക്ക് നേരത്തെ കിടന്നാൽ ഇനിയിപ്പോൾ ഞാനിങ്ങനെ ഇരിക്കും, എഡിറ്റിങ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടിരിക്കും. നമ്മൾ രാവിലെ എടുക്കുന്ന വ്ളോഗൊക്കെ നമുക്ക് ഇപ്പോഴേ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഫുഡ് കഴിക്കുക, ഉറങ്ങുക, അത്രേ ഉള്ളൂ. നാളെ അപ്പം നേരത്തെ എണീക്കണം. ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ. ബാക്കി എൻഗേജ്മെൻറ്റ് വിശേഷങ്ങൾ ഞാൻ നാളത്തെ വ്ളോഗിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടിൽ ദെൻ ദിസ് ഈസ് തെരേസ സൈനിങ് ഔട്ട്. ബൈ, ഗുഡ് നൈറ്റ്.